ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. വളരെ കുറച്ച് ടൈം വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് ഉള്ളി ചെറിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്ത തക്കാളിയും പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും എല്ലാം 2 സ്പൂൺ വീതമാവുക. ഈ വെള്ളുള്ളി മാത്രം 2-3 അല്ലി ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പച്ചമുളകും ഇതിലേക്ക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ടില്ലേ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ചുവന്ന മുളക് പൊടിയില്ലേ അതിട്ട് കൊടുക്കാം. ഇത് നല്ല കാരത്തിൻ്റെ മുളക്, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പോലെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. നല്ലോണം ലൂസാക്കിയിട്ടൊന്നും എടുക്കണ്ട. പിന്നെ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ടായിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളം ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതാ കൂടുതൽ തിക്കുമല്ല എന്നെങ്കിൽ നല്ലോണം വെള്ളമല്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടില്ലേ ഈ പാന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 കയ്യിൽ ബാറ്റർ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ. ഇനി ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടാലോ ഗ്രീസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇതിൻ്റെ കളറൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കളറ് മാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 ടീസ്പൂണ് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് 2 സൈഡും നല്ല പോലെ കായ്ച്ചിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2-3 വട്ടം ഇട്ടിട്ടായിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ല പോലെ കായ്ച്ചിട്ടെടുക്കണം. അപ്പോൾ ഇവിടെ 2 സൈഡും നല്ല പോലെ കാഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കല്ലേ ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇത് ഫുള്ള് ഇട്ട് കൊടുക്കണ്ട, ഒരു സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മീത്തൊക്കെ തന്നെ കുറച്ച് ചീസിൽ ഷ്രെഡഡ് ആക്കിയത് അതും ഇതിലേക്ക് ഇട്ടെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ആക്കി ചീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെന്താക്കുക ഇങ്ങനെ ഫോൾഡാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചീസ് മെൽട്ടാകുന്നത് വരെ നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ടെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും നമുക്ക് നല്ല പോലെ കായ്ച്ചിട്ടെടുക്കാം. ഈ ചീസ് ഉള്ളിലത്തെ ചീസും നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് വരണം. അതാ ഇപ്പം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ഇങ്ങനെ പിന്നെ കഴിക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു കറീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള പിന്നെ നമ്മൾ ബാറ്ററും ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ഇതിലേക്ക് ചീസ് ടൊമാറ്റോ കെച്ചപ്പെല്ലാം ചേർക്കുന്നത് തന്നെ നമ്മളെ പിള്ളേർക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക.